യെസ്, അഡ്വക്കേറ്റ് അസ്ക, സുഗമമായ ദർശനം ഉറപ്പുവരുത്തിയാൽ മതി. മാത്രമല്ല, അടിസ്ഥാന സൗകര്യം വികസനം എന്ന് പറയുന്നത് ശബരിമലയിലാവണമെന്നില്ല. താങ്കൾ അനുമതിക്ക് കേന്ദ്ര സർക്കാർ തയ്യാറാകുന്നില്ല എന്നുള്ള രീതിയിലുള്ള പരാമർശമൊക്കെ നടത്തി. അതൊന്നും വേണ്ട. ചെങ്ങന്നൂരും തിരുവല്ല അവിടെയൊക്കെയുള്ള വികസനം മതി. അതിൽ പോലും ശ്രദ്ധിക്കാത്ത സർക്കാർ ഇങ്ങനെ ഒരു ആഗോള സംഗമം വിളിച്ച് എന്ത് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്? അല്ല, അന്നന്റെ ഇതില് അടിസ്ഥാന സൗകര്യ വികസനത്തെ സംബന്ധിച്ചിട്ടുള്ള ശബരിമലയുടെ കാഴ്ചപ്പാടുകൾ എന്ന് പറയുന്നത് എപ്പോഴും അതൊരു വിവാദ വിഷയമായി ഉയർത്തിക്കാണിക്കുന്നു എന്നുള്ളതാണ്. ഇവിടെ വിവാദ വിഷയങ്ങളാകുക അല്ല ഇടതുപക്ഷവും സർക്കാരും ദേവസ്വം ബോർഡ് ഉദ്ദേശിക്കുന്നതെന്ന് വേണം നാം അനുമാനിക്കാൻ. ഇപ്പോൾ ഞാൻ നേരത്തെ ഉദാഹരണം പറഞ്ഞപ്പോൾ വൈഷ്ണോദേവി ക്ഷേത്രത്തെയും അതുപോലെ തന്നെ അമർനാഥ് ക്ഷേത്രത്തെ സംബന്ധിച്ചും ഉദാഹരണം പറയുമ്പോൾ ആ ഉദാഹരണങ്ങൾ അനുഭവത്തിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് പറഞ്ഞത്. അവിടുത്തെ സൗകര്യത്തെക്കാളും എത്ര മനോഹരമായ സൗകര്യങ്ങളാണ്, എത്ര അധികം ആളുകൾ വന്നു പോകുന്ന ശബരിമല തീർത്ഥാടന കാലത്ത് ഈ തീർത്ഥാടന ഘട്ടത്തിൽ ദേവസ്വം ബോർഡും സംസ്ഥാന സർക്കാരും ചെയ്യുന്നത് എന്നത് ഒരു കുറ്റവും പറയാൻ കഴിയാത്ത തരത്തിലാണ് കഴിഞ്ഞ മണ്ഡലകാലം കടന്നുപോയത് എന്ന വസ്തുതകളെ കൂടി മുന്നിൽ വെച്ച് വേണം നാം കരുതാൻ. 80,000 മുതൽ 1,00,000 ആളുകളെ ഒരു ദിവസം ദർശനം നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള സൗകര്യം ആ കുറ്റമറ്റ രീതിയിൽ അത് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. ഒരുപക്ഷെ ഇനിയും വികസന പ്രവർത്തനങ്ങൾ ഇപ്പോൾ റോപ്പ് വേ അടക്കമുള്ള കാര്യങ്ങൾ വന്നിരുന്നു എങ്കിൽ അത് വലിയ തോതിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയും എന്നുള്ള വസ്തുത. നമ്മൾ പുതിയ ലോകക്രമത്തിലാണ് നമ്മൾ ജീവിക്കുന്ന. പുതിയ ലോകക്രമം 41 ദിവസം വ്രതമെടുത്ത് വരുന്ന ഭക്തന്മാരെ എണ്ണം പോലും കുറയുന്നു എന്നുള്ളതാണ് നമുക്ക് വ്യക്തിപരമായി മനസ്സിലാക്കാൻ കഴിയുന്ന അനുഭവങ്ങളുടെ കാഴ്ചപ്പാടിൽ കാണണം. ഇപ്പോ പഴയതുപോലെ ചെരുപ്പിടാതെ ഈ 41 ദിവസവും കേരളത്തിലെ നമ്മളിങ്ങനെ കറുത്ത വസ്ത്രം ധരിച്ച അയ്യപ്പ ഭക്തന്മാരെ തീർത്ഥാടന കാലത്ത് അങ്ങനെ കാണാറില്ല. വളരെ അപൂർവം ആയിട്ട് അത്രയും കഠിന വ്രതത്തിലൂടെ ഒക്കെ വരുന്ന ആളുകളെയാണ് നമ്മൾ വസ്തുതകളായി തന്നെ നാം സമീപിക്കണം. ഇപ്പോ പരമ്പരാഗത രീതിയിൽ തന്നെ വീണ്ടും നമുക്ക് ശബരിമല ക്ഷേത്രത്തെ കൊണ്ടുപോകണം എന്നും അത് ആചാരാനുഷ്ഠാനങ്ങൾ ഒരു തരത്തിലുള്ള ഭേദഗതിയും വരുത്താതെ തന്നെ വേണമെന്ന് തന്നെയാണ് എന്റെയും അഭിപ്രായം. ഒരു സംശയമില്ല. മാത്രമല്ല, തീർച്ചയായിട്ടും കൊണ്ടുപോകണം. അല്ല, നിശ്ചയമായും ആചാരാനുഷ്ഠാനങ്ങളിൽ ഒരു ലംഘനവും ഉണ്ടാവാതെ കൊണ്ടുപോകണമെന്ന് തന്നെയാണ് എന്റെ. തീർച്ചയായും കൊണ്ടുപോകണം ആസ്കർ. അല്ല, ഞാൻ അതുകൊണ്ടാ പറഞ്ഞത് ഈ ആചാരാനുഷ്ഠാനങ്ങളിൽ ഒരു തരത്തിലും ഒരു മാറ്റവും ഉണ്ടാവാത്ത തരത്തിൽ തന്നെ വേണം. കാരണം അതുകൊണ്ടാണല്ലോ സംസ്ഥാനത്തെ പരമോന്നത നീതിപീഠമായിട്ടുള്ള കേരള ഹൈക്കോടതി ദേവസ്വം ബെഞ്ചിന്റെ നിയന്ത്രണത്തിൽ കൂടിയാണ്. സത്യവാങ്മൂലം തിരുത്തു അസ്ക. അങ്ങനെയാണെങ്കിൽ നേരത്തെ ഈ അമ്മമാരുൾപ്പെടെ പിന്നെ തെരുവുകളിൽ നാമജപം ആയിട്ട് മുന്നോട്ട് പോയ പാവപ്പെട്ട അമ്മമാർക്കെതിരെ നിരവധി കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ആ കേസുകൾ പിൻവലിക്കൂ. ഞങ്ങൾ ശബരിമലയിൽ ചെയ്തതൊക്കെ തെറ്റായിപ്പോയി. ഇങ്ങനെ ഒരു ആഗോള സംഗമത്തിന് തയ്യാറെടുക്കുന്നതിന് മുന്നേ അതായത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് മുമ്പ് വീടുകളിൽ കയറി നമ്മുടെ സഖാക്കന്മാർ മാപ്പ് പറഞ്ഞ പോലെ ആവരുത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയട്ടെ, ഇങ്ങനെ ഒരു തെറ്റുപറ്റിപ്പോയി. ഇതില് നിങ്ങൾ കരുതുന്നത് പോലെ നിങ്ങൾ പ്രചരിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് പോലെ സംസ്ഥാന സർക്കാരിന്റെ തീരുമാനമായിരുന്നില്ല യുവതീ പ്രവേശനം സുപ്രീം കോടതിയുടെ വിധിയുടെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിലല്ലേ. അപ്പൊ നിങ്ങൾ ഇപ്പോഴും പറയുന്നത് സംസ്ഥാന സർക്കാരെടുത്ത ഏതോ നിലപാട് കൊണ്ട് ഇങ്ങനെ ഒരു വിധി സുപ്രീം കോടതി പറഞ്ഞു എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമമാണ്. അത് വളരെ കൃത്യമായി സുപ്രീം കോടതി പലതവണ സുപ്രീം കോടതി നിർദ്ദേശം നൽകിയിട്ടും അതിലിടപെട്ടില്ല. അന്ന് എന്താ പറഞ്ഞത്? അങ്ങോട്ട് പോലീസ് പോയി കഴിഞ്ഞാൽ അവിടെ ക്രമസമാധാന പ്രശ്നങ്ങൾ ഉണ്ടാവുമെന്ന് പറഞ്ഞ് എത്ര കാലം നീട്ടിക്കൊണ്ടുപോയി. പള്ളിക്കാര്യത്തിൽ വലിയ ജാഗ്രതയായിരുന്നല്ലോ. ശബരിമലയെ അതുപോലെ വിശ്വാസങ്ങൾ അനിക്കാൻ പറ്റില്ല, അല്ലെ ആചാര അനുഷ്ഠാനങ്ങളുടെ കടക്ക് കത്തിവെക്കാൻ പറ്റില്ല, അത് വലിയ പ്രശ്നമാവെന്ന് പറയാനുള്ള ആർജവം എന്തുകൊണ്ട് ആ ചങ്കൂറ്റം സർക്കാരിനുണ്ടായില്ല? ഞാൻ ചോദിക്കട്ടെ, ഈ നിരവധി ആചാരങ്ങൾ ശബരിമലയെ സംബന്ധിച്ച് മാറ്റം വന്നിട്ടുണ്ട്. ഒരു നൂറ്റാണ്ടിനിപ്പുറം വന്നിട്ടുള്ള മാറ്റങ്ങളെ സംബന്ധിച്ച് നമുക്ക് ഈ 1 മണിക്കൂർ കൊണ്ട് ചർച്ച ചെയ്തോ വാദമുഖങ്ങൾ നിർത്തിയോ തീർക്കാനാവുന്നതല്ല. എത്രയോ ആചാരങ്ങൾ ശബരിമലയിൽ മാറ്റം ഉണ്ടായി. അഡ്വക്കേറ്റ് അസ്ക, അങ്ങനെ ആചാരങ്ങളിൽ മാറ്റം വരുന്നുണ്ടെങ്കിൽ അത് തന്ത്രിമാർ തീരുമാനം എടുക്കട്ടെ, അല്ലാതെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അവിശ്വാസികളായിട്ടുള്ള ആളുകളാണോ തീരുമാനിക്കേണ്ടത്? നിങ്ങൾക്ക് ഈ കമ്മ്യൂണിസ്റ്റുകാർക്ക് എന്ത് വിശ്വാസമാണോ ഉള്ളത് അഡ്വക്കേറ്റ് അസ്ക? അല്ല, നിങ്ങൾ കമ്മ്യൂണിസ്റ്റുകൾക്ക് എന്ത് വിശ്വാസമുള്ളത്?
എന്ത് ഭക്തിയുള്ളത്? വിശ്വാസം പാടില്ല. അപ്പൊ അങ്ങനെയാണെങ്കിൽ ദേവസ്വം ഇനിയിപ്പോ നേരത്തെ തീരുമാനിക്കുന്ന പോലെ, നിങ്ങൾ തീരുമാനിക്കുന്നത് പോലെ വഖഫ് ബോർഡുകളിൽ അമുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ നിയന്ത്രിക്കുന്നതിനു വേണ്ടി വരാം എന്ന തീരുമാനം പോലെ ദേവസ്വം ബോർഡുകളിലും മുസ്ലിങ്ങൾക്കോ അല്ലെങ്കിൽ ക്രിസ്ത്യാനികൾക്കോ വരുന്നതിനുള്ളൊരു തീരുമാനം എടുക്കുന്നതിനുള്ള സാധ്യതയുണ്ടോ? വിശ്വാസികളായിട്ടുള്ളവർ മാത്രം മതി എന്നൊരു തീരുമാനം എടുക്കാൻ കഴിയുമോ? അങ്ങനെ തീരുമാനം എടുക്കാനാവില്ല. ഇതൊരു ജനാധിപത്യ വിശ്വാസെങ്കിലും രാജ്യം. വേണ്ടേ? അല്ലാതെ അയ്യപ്പനെ കാണുമ്പോൾ നല്ല മസ്ലിം പിരിച്ചിങ്ങനെ നിൽക്കുന്ന മന്ത്രിയാണോ നമുക്ക് വേണ്ടത്? ദേവസ്വം മന്ത്രി? അത് ഓരോ വിശ്വാസം എന്ന് പറയുന്നത് ഓരോ വ്യക്തികൾ കേന്ദ്രീകൃതമാണ്. വിശ്വാസം ഒരിക്കലും രാഷ്ട്രീയ വിഷയമല്ല. വിശ്വാസം വ്യക്തിപരമായിരിക്കണം. അതാണ് ഇടതുപക്ഷത്തിന്റെ ശൈലിയും. അല്ലെ, കമ്മ്യൂണിസ്റ്റുകൾ എന്ന് പറയുമ്പോൾ നിങ്ങൾ കരുതുന്നത് പോലെ എല്ലാവരും അവിശ്വാസികളാണ് എന്ന് വരുത്തി തീർക്കുകയും അതാണ് കമ്മ്യൂണിസ്റ്റുകളുടെ രീതി എന്നും കരുതരുത്.